ഇപ്പൊ നമ്മള് അഞ്ചാമത്തെ പാഠമായിട്ടുള്ള ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ അഭിന്നക ഗുണനം എന്ന പാഠത്തിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളാണ് ചെയ്യുന്നത്. കേട്ടല്ലോ, ഈ പാഠത്തിൽ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് നിങ്ങൾ വലിയ ബുദ്ധിമുട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ. ഓക്കെ, അപ്പൊ എങ്ങനെ ചെയ്യാനാവും എന്നുള്ളതാണ് പറയുന്നത്. ആദ്യം സ്ക്വയർ എന്താണെന്ന് എല്ലാവരും അറിയാം. ജസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് പോവാണ്. ഓക്കെ, അപ്പൊ എന്താണ് സ്ക്വയർ എന്ന് എല്ലാവർക്കും അറിയാം. ഇത്രയേ ഉള്ളൂ. ഒന്നിന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ ആ നമ്പറിന് ആ നമ്പർ കൊണ്ട് തന്നെ ഗുണിക്കും. ഇത്ര കിട്ടുമ്പോൾ രണ്ടിന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ രണ്ടിന് രണ്ട് കൊണ്ട് തന്നെ ഗുണിക്കും. എത്ര? 4. മൂന്നിന്റെ സ്ക്വയർ ഇതൊക്കെ സെയിം ആണ് എന്ന് വെച്ചാൽ സ്ക്വയർ എന്ന് വെച്ചാൽ ആ നമ്പറിനെ 2 തവണ ഗുണിക്കുന്നത് എന്ന് പറയും. 4ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 4 16. ഓക്കെ, 5ന്റെ സ്ക്വയർ 5 5 25. ഓക്കെ, ഈ രീതിയിൽ ഒരു നമ്പറിന് സ്ക്വയർ കാണും. അത്രേ ഉള്ളൂ. അത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പഠിക്കേണ്ടത് സ്ക്വയർ റൂട്ട് ആണ്. ഓക്കെ, അപ്പൊ ഈ സ്ക്വയർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഈ നമ്പേഴ്സിനെ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലെങ്കിൽ പൂർണ്ണ വർഗം എന്ന് വിളിക്കും. എന്താ വെച്ച് കഴിഞ്ഞാല് റൂട്ട് 1ന്റെ ഉത്തരം ഈ 1 എന്ന് പറയുന്ന സംഖ്യ കിട്ടാൻ ഏതിന്റെ സ്ക്വയർ ആണ്? ഏതിന്റെ സ്ക്വയർ എടുത്തത്? 1ന്റെ സ്ക്വയർ. അപ്പൊ എന്തായിരിക്കും ഉത്തരം? 1. ഇനി റൂട്ട് 4ന്റെ റൂട്ട് 4 എന്ന് പറയുന്ന സംഖ്യ കിട്ടാൻ ഏതിന്റെ സ്ക്വയർ എടുത്തു? 2ന്റെ. 2. റൂട്ട് 25 എന്തായിരിക്കും? 25 എന്ന് പറയുന്ന സംഖ്യ കിട്ടാൻ ഏതിന്റെ സ്ക്വയർ എടുത്തു? 5ന്റെ. അങ്ങനെയാണ് നമ്മൾ റൂട്ട് കണ്ടത്. ഓക്കെ ആണ്. അപ്പൊ നമ്മൾക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇതിന്റെ ഇടയിൽ കുറെ സംഖ്യകൾ. ആരാ? 3 ഉണ്ട് അല്ലെ, 2 ഉണ്ട്, പിന്നെ 4ന്റെ 9ന്റെ ഇടയിൽ ആരുണ്ട്? 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്. ഇവരൊക്കെ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കുക? ബുദ്ധിമുട്ടല്ലേ? അപ്പൊ നമ്മൾ കറക്റ്റ് ഒരു വില അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനത്തെ സംഖ്യകളൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ ഇപ്പൊ റൂട്ട് 2 അതിന്റെ ഉത്തരം നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. അതിന്റെ ആൻസർ കണ്ടുപിടിച്ചു കഴിഞ്ഞാല് ലക്ഷക്കണക്കിന് നമ്പർ ഇങ്ങനെ പോയിക്കൊണ്ട് അവസാനിക്കുകയല്ലേ. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ 1.414 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, അവസാനിക്കേയില്ല. എത്ര നമ്പർ എടുത്തു കഴിഞ്ഞാലും അത് നിൽക്കാതെ പോയിക്കൊണ്ടേയിരിക്കും. പോയിന്റിന് ശേഷം കുറെ നമ്പർ ഉണ്ട്, പക്ഷെ അതിന്റെ സ്ക്വയർ ചെയ്താൽ 2 കിട്ടുമോ? ഒരിക്കലും കിട്ടുകയില്ല. അപ്പൊ അങ്ങനത്തെ സംഖ്യകൾ, അതായത് ഈ ഒരു സംഖ്യയുടെ സ്ക്വയർ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് കിട്ടൂല? 2 എന്ന് പറയുന്ന നമ്പർ കിട്ടൂല. പക്ഷെ 2ന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കാൽക്കുലേറ്റർ നോക്കി കഴിഞ്ഞാൽ ഇതുപോലത്തെ നമ്പർ കിട്ടും. പക്ഷെ അത് അവസാനിക്കുമോ? ഇല്ല എന്നാണ്. അങ്ങനത്തെ സംഖ്യകളാണ് ഇറാഷണൽ നമ്പർ അല്ലെങ്കിൽ അഭിന്നക സംഖ്യ എന്ന് നമ്മൾ പറയുന്നത്. അതിന് വേറെ കുറെ രൂപമുണ്ട്, പക്ഷെ ഞാൻ എനിക്ക് മനസ്സിലാവേണ്ട ഒരു രൂപത്തിൽ അങ്ങ് പറഞ്ഞോളൂ. അങ്ങനത്തെ സംഖ്യ എന്ന് വെച്ചാൽ ഒരു സംഖ്യേന്റെ റൂട്ടൊക്കെ എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു സംഖ്യ ഉണ്ട്, ആ സംഖ്യനെ നമുക്ക് അതിന്റെ അറ്റം കണ്ടുപിടിക്കാനാവുന്നില്ല എങ്കിൽ പോയിന്റ് ഇട്ടിപ്പോ നമ്മൾ റൂട്ട് 3 എന്ന് പറയുന്നതിന്റെ ഉത്തരം കിട്ടണം. ഏത് സംഖ്യ ഗുണിച്ചാലും ഒരേ നമ്പർ ഗുണിച്ചാൽ 3 കിട്ടണം. ഏതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 3 കിട്ടും. ആ രീതിയിൽ ആരാണ് കിട്ടുമോ? ഇല്ല. നമ്മൾ പഠിച്ചതനുസരിച്ച് 1 2 3 ഒക്കെ എടുത്താൽ കിട്ടുന്ന സംഖ്യകൾ വൈകിട്ടുണ്ട്. അതിന്റെ ഇടയിൽ എവിടെയും 3 കിട്ടുന്നത് നമ്മൾ എഴുതിയിട്ടുണ്ടോ? അപ്പൊ ഏതോ ഒരു പോയിന്റ് വരുന്ന 2ന്റെയും 3ന്റെയും ഒക്കെ ഇടയിൽ വരുന്ന, അല്ലെങ്കിൽ 3 ഉത്തരം കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ 1ന്റെയും 4ന്റെയും ഇടയിൽ വരുന്ന ആളുകളായിരിക്കും. ആണല്ലോ, 1ന്റെ ഇടയിൽ 2ന്റെ ഇടയിലുള്ള ആളല്ലേ ഈ 3ന്റെ ഇടയിലുള്ള 3 വരുന്നത്. അപ്പൊ ഈന്റെ ഇടയിലുള്ള ആളെന്ന് പറയുമ്പോൾ പോയിന്റ് ഉള്ള സംഖ്യ ആയിരിക്കും. അത് ആരാന്ന് കറക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഏകദേശം ഒരു അളവ് 1.732 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകും. പക്ഷെ അത് അവസാനിക്കുമോ? അവസാനിക്കില്ല. അത് നമുക്ക് അതിന്റെ അറ്റം കണ്ടുപിടിക്കാൻ ആവുകയും. അപ്പൊ അങ്ങനത്തെ സംഖ്യനെ നമ്മൾ എന്ത് പറയാ? ഇറാഷണൽ നമ്പർ അല്ലെങ്കിൽ അഭിന്നക സംഖ്യ എന്ന് പറയാം. അപ്പൊ ഈ പാഠത്തില് നമുക്ക് ഏകദേശം കറക്റ്റ് വില ഒന്നും കിട്ടൂലെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ ഏറ്റവും ചെറിയ രൂപത്തിലേക്ക് എഴുതിയിട്ട് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനത്തെ ഉള്ളത് നമ്മൾ കണ്ടുപിടിക്കാം. എല്ലാത്തിനും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല, ചിലതിനൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് പറയുന്നത്. ഇപ്പൊ റൂട്ട് 8 എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലെ? റൂട്ട് 8ന്റെ ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാം. റൂട്ട് 8. ഓക്കെ, പക്ഷെ അത് നമുക്ക് ചെയ്യാനാവും, ടാസ്ക് ആണ്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ 8 എന്ന് പറയുന്ന സംഖ്യനെ ഈ കാണുന്ന പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, പൂർണ്ണവർഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 4 9 16 25 36 49 ഈ കാണുന്ന സംഖ്യയിലെ ഏതെങ്കിലും സംഖ്യനെ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 8 എന്ന് പറയുന്ന ആളെ കിട്ടും. 1നെ 8 കൊണ്ട് ഗുണിച്ചാൽ 8 കിട്ടും. പക്ഷെ 8 തന്നെ കിട്ടുക നമുക്ക് വേറൊരു മാറ്റം വരുത്താൻ. അപ്പോ
അതിന്റെ ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അടുത്തത് 4 എന്ന് പറയുന്ന സംഖ്യനെ 8 ആക്കാൻ പറ്റുമോ? പറ്റും. ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാല്? 2 കൊണ്ട് ഗുണിച്ചാൽ. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാ 8 എന്ന് പറയുന്ന സംഖ്യനെ 4 × 2 ചെയ്യാം. അപ്പൊ 8 തന്നെ കിട്ടുക. മാറ്റി ചെയ്തുകൊണ്ട് പ്രശ്നമുണ്ടോ? ഇല്ല. അങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ മാറ്റി ചെയ്ത് എങ്ങനെ √4 എന്ന് പറയുന്ന ഒരു ഭാഗത്ത് എഴുതാം, √2 എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാഗത്ത് എഴുതാം. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതാം. √4ന്റെ ഉത്തരം എത്രയാണ്? 2 ആണ്. അപ്പൊ ഈ 4 വരെ നമുക്ക് 2 എന്ന് കൊടുക്കാം. ഇൻറ്റു √2 ചെറുതാക്കിയ രൂപത്തിലായി. ഇനി ഇതിന്റെ ആൻസർ വെച്ച് 2 × √2 എത്രയാണ്? 1.41. ഇത് ചെയ്താൽ എത്ര കിട്ടുക? 1.41 × 2. ഒരു 2 2, 4 2 8, ഒരു 2 2. ഇനി പോയിന്റ് കഴിഞ്ഞ് 2 നമ്പർ ഉണ്ട്, അതുകൊണ്ട് വലത് ഭാഗത്ത് നിന്ന് 2 നമ്പർ മാറ്റി എത്ര കിട്ടുക? 2.8. ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നോക്കി നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കേസ് √32 ഇത് നമുക്ക് ചെറുതാക്കാം. ഇതിൽ ഏത് സംഖ്യനെ 32 ആക്കാൻ പറ്റും? 4നെ നമുക്ക് 8 കൊണ്ട് ഗുണിച്ചാൽ 32 ആവും. അതല്ലാതെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. വേറെ സംഖ്യ ഉണ്ട്, ഏറ്റവും വലിയ സംഖ്യ നമ്മൾ നോക്കിയാണ്. ഓക്കെ, ഇനി അത് വെച്ച് ചെയ്യണം. അങ്ങനെ ചെയ്യാം, ഞാൻ കാണിച്ചു തരാം. അതാ √32 നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കാണ് 4 × 8 ചെയ്താൽ 32 അറിയാം. അപ്പൊ നോക്കി ഇതിനെങ്ങനെ എഴുതാം? √4 × √8. √4 എത്രയാണ്? 2 ആണ് അല്ലെ? √4 2 ആണ് ഇൻറ്റു √8. അപ്പൊ √8 വീണ്ടും കണ്ടുപിടിക്കാലോ. ഇത് ചെയ്ത പോലെ കണ്ടുപിടിക്കാലോ അല്ലെ? അപ്പൊ 2 തരത്തിലാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിന് വേഗം ഇതിലുള്ള വേറെ ഏതെങ്കിലും വലിയ സംഖ്യ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 32 കിട്ടുമോ നോക്കുക. 9ന് 32 ആക്കാൻ പറ്റുമോ? ഗുണന പട്ടികയിൽ എവിടെയും 32 വരുന്നില്ല 9ന്റെ. പിന്നെ ആരാണ്? 16. 16ന്റെ ഗുണന പട്ടികയിൽ വരുന്നുണ്ടോ? ഉണ്ട്. ഒരു 16 16 2 16 32. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 16 × 2 എഴുതാലോ. ഇതിനെ സെപ്പറേറ്റ് ചെയ്തും എങ്ങനെ എഴുതാം? 16 × √2. ഈ 2നെ 2 നോക്കി നമ്മളെ √16 എത്രയാണ്? നോക്കി 16 ഇതാണ്. അത് ഏതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 4ന്റെ സ്ക്വയർ. അപ്പൊ √16 എന്ന് പറയുന്ന ആരാണ്? 4 × √2. അപ്പൊ 4 × √2 എന്ന് പറയുന്നത് എത്രയാണ്? 1.41. ഇത് എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കണ്ട, അതങ്ങനെയാണ്. നമ്മളങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഏകദേശ വിലയായിട്ട് കൊടുത്ത ഒരു അപ്രോക്സിമേറ്റ്ലി നമ്പർ ആണ് ആര്? 1.41 എന്ന് പറയുന്നത്. നമുക്ക് അതിലേക്ക് എഴുതാം. അപ്പൊ 1.4 അതാ 1.41 × 4 ഒരു 4 4 4 4 16 ഒരു 4 4 4 5 അല്ലെ? പോയിന്റ് കഴിഞ്ഞ് 2 നമ്പർ ഉണ്ടായിട്ട് 2 സ്ഥലം മാറ്റി എന്താ 5.6. ഇതിന്റെ സ്ക്വയർ ചെയ്താൽ 32 കിട്ടണമെന്നൊന്നുമില്ല, കിട്ടുകയില്ല. പക്ഷെ ഏകദേശം അടുത്ത് നിൽക്കുന്ന നമ്പർ അതാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കും മാത്രം. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഓരോന്നും നിങ്ങൾക്ക് ചെയ്യാനോ. 50ന് ഈ കൂട്ടത്തിൽ ആരെ വെച്ചിട്ട് ഏറ്റവും വലിയ സംഖ്യ ആരാന്ന് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. ഇത് 3 നിങ്ങൾക്ക് ഞാൻ ഈ 4 1 2 3 4 4 നിങ്ങൾക്ക് ഇതിൽ വേണം 125 വേണം ഞാൻ ചെയ്തുതരാം. 125 നമുക്ക് 25 × 5 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ എന്താ കിട്ടുക? √25 × √5. √25ന്റെ ഉത്തരം എത്രയാണ്? 5 ആണ്. 5 × 5. പക്ഷെ ഈ √5ന്റെ ഉത്തരം നമുക്ക് അറിയില്ല. കാൽക്കുലേറ്റർ വെച്ചിട്ട് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ, ഇല്ലെങ്കിൽ അത്ര എഴുതിയാൽ മതി. ഇതിനെങ്ങനെ എഴുതിയാലും ശരിയാണ്. എങ്ങനെ? 5 √5 ഇങ്ങനെ എഴുതാം. ഇതൊക്കെ നമുക്ക് അടുത്ത കൊല്ലം ആവശ്യമുണ്ട്. കേട്ടല്ലോ? അപ്പൊ ഇങ്ങനെ കണ്ടുപിടിച്ചിരിക്കാൻ നിങ്ങൾക്ക് അറിയാം. ചെയ്യാനാവും. നിങ്ങൾക്കേ പറ്റുള്ളൂ, വേറെ ആർക്കെങ്കിലും പറ്റുമോ? ഒരു രക്ഷയില്ല. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാനാവും. ഇനി നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നോക്കാം. ഓക്കെ, ഈ കാണുന്നതൊക്കെ എന്താണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, അല്ലെങ്കിൽ സമഭുജ ത്രികോണമാണ്. കാരണം എന്താ? ഇതിന്റെ 3 വശവും ഒരേതാണ് ആണല്ലോ. ഒരു ത്രികോണത്തിന്റെ 3 വശത്തിനും ഒരേ നീളമാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് സമഭുജ ത്രികോണം, അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോ ഇതിന്റെ ഒക്കെ ഉയരം കാണാൻ പറയുമോ? എന്താ കാണാൻ പറയാ? ഉയരം കാണാൻ പറയും. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരു സമഭുജ ത്രികോണത്തിന്റെ ഉയരം എന്ന് പറയുന്നത് ഇതിന്റെ വശം എത്രയാണ്? ഹൈറ്റ് ആണ് പറയുന്നത്. ഹൈറ്റ് എത്രയാണെന്ന് പറയുന്നത് ഇതിന്റെ വശം എത്രയാണ്? ഇതൊക്കെ 6 ആണ്. അങ്ങനെ 6ന്റെ പകുതി എത്രയാ?
ഹൈറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്, ഇതിന്റെ ഉയരാണ് കണ്ടുപിടിക്കുന്നത്. ഉയരം എങ്ങനെ കണ്ടുപിടിക്കുക? ഇതിന്റെ ഓരോ വശത്തിലാണ് 6 അതിന്റെ പകുതി എടുക്കുക, എത്ര 3, അതിന്റെ കൂടെ ഒരു കൂട്ടും. ഇതാണ് ഹൈറ്റ്. ഇതിന്റെ ഉയരം എന്തായിരിക്കും? ഹൈറ്റ് എന്തായിരിക്കും? എന്താണോ വശം, ഇതിന്റെ വശം എത്ര? 4. അതിന്റെ പകുതി എത്ര? 2, അതിന്റെ കൂടെ റൂട്ടും. ഓക്കെ, ഇതിന്റെ ഹൈറ്റ് എന്താ? ഉയരം എന്താ? ഇതിന്റെ വശം എത്ര? 8. 8ന്റെ പകുതി എത്ര? 4, അതിന്റെ കൂടെ റൂട്ടും. സിമ്പിൾ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ത്രികോണം, അതിന്റെ എല്ലാ വശവും A ആണ്, അതിന്റെ ഹൈറ്റ് എന്തായിരിക്കും? ഉയരം എന്തായിരിക്കും? ഇതിന്റെ പകുതി ഉണ്ടല്ലോ, അതിന്റെ കൂടെ എന്ത് കൊടുക്കണം? √3 കൊടുക്കണം. സെയിം സിറ്റുവേഷൻ. അപ്പൊ ഒരു വശം എന്താണ്? ആ വശത്തിന്റെ പകുതിന്റെ കൂടെ √3. എല്ലാം അങ്ങനെയല്ലേ ചെയ്തത്? 4 ആണെങ്കിൽ 4ന്റെ പകുതി എത്ര? 2. 4ന്റെ പകുതി എത്ര? 2, അതിന്റെ കൂടെ √3. അതാണ് ഇത് കിട്ടിയത്. ഇവിടെ നോക്കി, ഉയരം എന്ന് പറയുന്ന 6 അല്ലെ? സോറി, വശം എന്ന് പറയുന്ന 6. അപ്പൊ 6ന്റെ പകുതിന്റെ കൂടെ √3. 6ന്റെ പകുതി എത്ര? 3, അതിന്റെ √3. ചെയ്യാനാവൂലേ? ബുദ്ധിമുട്ടുണ്ടോ? ഒരു പ്രശ്നമില്ല. അപ്പൊ ഇതിന്റെ പരപ്പളം എങ്ങനെ കാണാം? പരപ്പളം എങ്ങനെയാ? ഏരിയ എങ്ങനെ കാണാ? ഹാഫ് BH അല്ലേ? ആണല്ലോ. ഓക്കെ ആണ്. BH എന്ന് പറയുമ്പോ അര ഇൻറ്റു ബേസ്, പാദം. ഇവിടെ അര 4 ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു 2. ഈ 2 വെട്ടി. ബാക്കി ആരാളുള്ളത്? 1 × 4 × √3 എന്ന് പറയുമ്പോൾ 4 √3. ഇത്രയേ ഉള്ളൂ. അപ്പോ പക്ഷെ ഇതിനെ നമ്മൾ ഈ ഒരു കേസിൽ പറയുകയാണെങ്കിൽ ഹാഫ് ഇൻറ്റു ബേസ്. ബേസ് ആരാ? A ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് ആരാ? A/2 √3. ഇങ്ങനെ ചെയ്താലോ? അപ്പൊ എന്താ വരിക? A × A² ഈ √3നെ ഞാൻ ആദ്യം എഴുതി ബൈ 2 മുറിച്ചാൽ താഴെ 4 √3/4 A². അപ്പൊ ഒരു സമഭുജ ത്രികോണത്തിന്റെ, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ പറഞ്ഞാൽ, എന്ത് കാണാൻ പറഞ്ഞാൽ? പരപ്പളവ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് പരപ്പളവ്. അതിനുള്ള സമവാക്യം എന്താ? √3/4 A² ആണ്. എന്ന് വെച്ചാൽ √3/4 A എന്ന് പറയുന്നത് ഒരു വശമാണ്. ഇവിടെ ആരാ? 6ന്റെ സ്ക്വയർ ചെയ്താൽ കിട്ടുന്നതാണ് ഉത്തരം. അപ്പൊ എന്താ കിട്ടുക? 6ന്റെ സ്ക്വയർ 36 അല്ലേ? √3/4. 36ൽ എത്ര 4 ഉണ്ട്? 9 √3 കിട്ടി. ഇനി 8 ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ, സെയിം ഇക്വേഷൻ, ഏരിയ കാണാനുള്ള, പരപ്പളം കാണാനുള്ള ഇക്വേഷൻ √3/4 A². എന്താ കിട്ടുക എന്ന് പറഞ്ഞേ? √3/4 അങ്ങനെ തന്നെ ഇതാ. A എന്ന് പറയുന്ന ആരാണ്? A എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ 8ന്റെ സ്ക്വയർ എത്ര കിട്ടുക? 8ന്റെ സ്ക്വയർ 64 ആണ്. അതിന്റെ കൂടെ √3 താഴെ 4. 64 എത്ര 4 ഉണ്ട്? ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് പറ്റും. 10 4 40 ആണ് അല്ലെ? ഓക്കെ, 5 4 20. അപ്പൊ 60 ആയി. ഇന്ന് എത്ര? 16. അപ്പൊ 16 √3 ഇങ്ങനെ കണ്ടുപിടിക്കാം. അപ്പൊ പരീക്ഷയ്ക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉറപ്പായിട്ടുണ്ട്. ഉയരം കാണാനൊന്നും ചെയ്യണ്ട. എന്താണോ വശം അതിന്റെ കൂടെ കൊടുത്താൽ മതി. അതിന്റെ പകുതിന്റെ കൂടെ √3 കൊടുത്താൽ ഉയരം കിട്ടും. ഇനി പരപ്പളവ് കാണാൻ പറഞ്ഞാൽ ഈ സമവാക്യം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താക്കാം? ചെയ്യാനും പറ്റും. ഏരിയ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ കാണാൻ ഈ ഇക്വേഷൻ ഇവിടെ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ആ ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കും. ആരുടെ കേസിൽ? സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇതിന്റെ കേസിൽ മാത്രം ഇതെടുത്താൽ മതി. ഓക്കെ അല്ലേ? സെറ്റല്ലേ? അപ്പൊ ഉയരം തന്നാല് നമുക്ക് ഏരിയ കാണാനൊക്കെ എല്ലാവർക്കും ഒരു BH വെച്ച് ചെയ്യാനാവുന്നത്. ഇനി ബാക്കിയുള്ള നമുക്ക് ഉയരം തരാതെ ഒരു 3 വശം തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് കാണുന്നത്? അതും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതൊന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കുറച്ച് കാര്യം, അധികമൊന്നുമില്ല. ഞാൻ വല്ലാണ്ട് ഇടങ്ങാറാക്കൂടെ. ഓക്കെ, ഒരു ത്രികോണം. ഓക്കെ, ആ ത്രികോണത്തിന്റെ 3 വശം തന്നു. അപ്പൊ 5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ, 3 സൈഡ് തന്നു. ഇതിന്റെ പരപ്പളവ് കാണാം, ഏരിയ കാണാം. എങ്ങനെ കാണാം? ഇതിന്റെ ഉയരം വേണ്ടേ? ഉയരം തന്നിട്ടുണ്ടോ? ഇല്ല.
അപ്പൊ ഉയരം തന്നിട്ടില്ലെങ്കിൽ നമുക്ക് പരപ്പളവ് കാണാൻ, ഏരിയ കാണാൻ, ഓക്കെ, പരപ്പളവ് കാണാൻ ഒരു സമവാക്യം എന്താണ്? റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ്. കാണുമ്പോൾ തല ഇറങ്ങുന്നുണ്ടാവും, പക്ഷെ ഒന്നുമില്ല. എന്താണ് എ ബി സി എന്നുള്ള അറിയാം. പറഞ്ഞാൽ എ ബി സി എന്ന് പറയുന്നത് ഇത് എ, ഇത് ബി, മൂന്ന് വശത്തിനെയാണ് എ ബി സി എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും എസ്? എസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മൂന്ന് വശങ്ങളും കൂട്ടിയിട്ട് അതിന്റെ പകുതി. അപ്പൊ നമുക്ക് നോക്കാം എസ് ഇവിടെ എന്തായിരിക്കും? മൂന്ന് വശമുണ്ട്. ആരൊക്കെയാ? 5 ഉണ്ട്, 6 ഉണ്ട്, 7. 5 കൂട്ടണം 6 കൂട്ടണം 7, അതിന്റെ പകുതി. 5ഉം 6ഉം കൂട്ടിയാൽ 11 അല്ലെ? 11 7 18. 18ന്റെ പകുതി എത്രയാ? സോറി 9. കിട്ടിയല്ലോ അല്ലെ? 16 അല്ല 18 ആണ്. 18ന്റെ പകുതി എത്രയാണ്? 9. അപ്പൊ അതാ ഈ കാണുന്ന സമവാക്യത്തിൽ എസിന് പകരം എസ് ഉണ്ടല്ലോ, അതിന് പകരം ഞാൻ 9 എഴുതി. അടുത്ത എസ് മൈനസ് എ, അപ്പൊ 9 മൈനസ് എ. എ എന്ന് പറയുന്ന ഫസ്റ്റ് നമ്മൾ ആരും എടുത്തത്? 5 ആണ്. 5. അടുത്ത എസ് എന്ന് പറയുന്ന ആരാ? കണ്ടുപിടിച്ച 9 ആണ്. മൈനസ് എത്രയാണ്? ബി. ബി ആരാണ്? 6. അടുത്തത് എസ് മൈനസ് സി, അപ്പൊ 9 മൈനസ് സി. സി ആരാ? 7. അപ്പൊ എത്ര കിട്ടാതാ? 9 ഇൻറ്റു 9 5 കുറച്ച എത്രയാണ്? 4 ആണ് അല്ലെ? ഇൻറ്റു 9 6 കുറച്ച 3 ആണ്. 9 7 കുറച്ച 2 ആണ്. എത്ര കിട്ടുക? 9 4 36 ഇൻറ്റു 3 ഇൻറ്റു 2. എത്ര? 36 ഇൻറ്റു 3 എത്ര കിട്ടുക? 90. 18 108 ഇൻറ്റു 2 എത്ര കിട്ടുക? റൂട്ട് 216 ഗുണിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നു. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരു ത്രികോണത്തിന്റെ 3 വശം തന്ന് അതിന്റെ ഉയരം തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ പരപ്പളവ് കാണും, അതാണ് ഈ ഒരു സംഭവം. നേരത്തെ നമ്മള് സമഭുജ ത്രികോണത്തിന്റെ ചെയ്തിരുന്നു, ഇതിന്റെ വേറെ. അപ്പൊ ഇത് രണ്ടുമാണ് ഈ പാഠത്തിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പിന്നെ അഭിന്നയങ്ങൾ ഗുണിക്കുന്നതും ഹരിക്കുന്നതും അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്, എന്നാലും അതിൽ കൂട്ടത്തിലുള്ളതാണ്. ഇപ്പൊ റൂട്ട് 5 ഇൻറ്റു റൂട്ട് 10 ഇതെങ്ങനെ ചെയ്യാം? ഒറ്റ റൂട്ട് ഇട്ടിട്ട് 5 ഇൻറ്റു 10 എഴുതാം. അതാണ് ഒന്നാമത്തെ കാര്യം. എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കാം. ഇനി അതല്ല, ചിലത് ഇങ്ങനെ ഉണ്ടാകുക, റൂട്ട് 18/2 അല്ലെങ്കിൽ റൂട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് റൂട്ട് 18/2. ഇതെങ്ങനെ ചെയ്യും? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒറ്റ റൂട്ട് ആക്കിയിട്ട് 18/2 18/2 എന്ന് പറയുമ്പോൾ 9 റൂട്ട് 9 എത്രയാണ്? ഇങ്ങനെ കണ്ടുപിടിക്കാം. അപ്പൊ ആ കാര്യങ്ങളൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം. പ്രശ്നമൊന്നുമില്ല. 2 റൂട്ട് ഉണ്ടെങ്കിൽ ഒറ്റ റൂട്ട് ആക്കിയിട്ട് എഴുതാം. ഓക്കെ, ഒറ്റ റൂട്ട് ഉണ്ടെങ്കിൽ അത് 2 ആക്കിയിട്ട് എഴുതാം. ആ കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ മതി. ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഓരോ ചോദ്യം. അതിനുള്ള എക്സാമ്പിൾ ഒക്കെ നമ്മൾ ആദ്യം ചെയ്തിരുന്നു. പക്ഷെ ഇത് ഈ ഹരിക്കുന്നതൊക്കെ പുതിയതാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ 5ാമത്തെ പാഠത്തിൽ നിന്ന് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കേസ് ഇതാണ്. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ഒരു കാര്യം കൂടെ പറയുമ്പോൾ ഈ പാഠത്തിലുള്ള ഏതാണ്ട് കവർ ചെയ്യും. ഓക്കെ, അപ്പൊ പരീക്ഷയ്ക്ക് വരുന്ന വേറൊരു ചോദ്യമായിരിക്കും ഇതൊരു സമചോദ്യം, ഒരു സ്ക്വയർ. ഓക്കെ, ഇതിന്റെ ഡയഗണല് വികരണത്തിന്റെ നീളം 8 എങ്കിൽ വശത്തിന്റെ നീളം എന്ത്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി സൈഡ്? ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ചോദ്യമാണ്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുക? സമചതുരത്തിന്റെ പ്രത്യേകത എന്താ? സ്ക്വയറിന്റെ പ്രത്യേകത എന്താ? ഈ സൈഡ് ഞാൻ എക്സ് നിർത്തുന്നു, ഈ സൈഡ് ഒക്കെ എന്തായിരിക്കും? എക്സാക്ട്. എല്ലാ വശവും ഒരേതാണല്ലോ, ആണല്ലോ. ഇവിടെയുള്ള കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? ഓരോന്നിന്റെയും 90 ഡിഗ്രി ആയിരിക്കും, ആണല്ലോ. അപ്പൊ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി സിമ്പിൾ ആയിട്ട് ഒരു വഴി എന്ന് പറയുന്നത് ഇവിടെ എക്സ് അല്ലേ, അപ്പൊ 2x² എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ ആരാണത്? 8ന്റെ സ്ക്വയർ ആയിരുന്നു ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, അതെങ്ങനെ വന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ വെച്ചിട്ട് നോക്കുമ്പോ x² എന്താ വരിക? 8ന്റെ സ്ക്വയർ 64 അല്ലെ? ബൈ എന്ത് വരും? 2. ഈ രണ്ടിന് പ്രത്യേകം ഇത്രയേ ഉള്ളൂ. ഈ സ്റ്റെപ്പ് ഞാൻ ഒന്നും കൂടെ എഴുതി തരാം. 2x² 64 എന്ന് വരും. അപ്പൊ x² എന്ന് പറഞ്ഞിട്ട് ഇത് മാത്രമേ നമുക്ക് വേണ്ടത്. അപ്പൊ ഈ രണ്ടിനും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അപ്പൊ ഇൻറ്റു എന്നുള്ളത് അവിടെ വരുമ്പോൾ എന്താവും? ഹരണമായിട്ട് മാറും. അപ്പൊ x² എത്ര വരിക? 64 പകുതി ഇത്ര 32. അപ്പൊ x എന്ന് വരിക റൂട്ട് 32. ഈ സ്ക്വയർ ഒഴിവാക്കാം, റൂട്ട്. ഇതെങ്ങനെയാ വന്നത്? നമ്മള് ഇതൊരു മട്ടത്രികോണല്ലേ, ഇതാണ് എന്ത്? ബേസ്. ഇതാണ് എന്ത്? ഓൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ പാദം, ഉയരം. ഇതെന്താണ്? ഹൈപ്പോട്ടനസ്, കർണം.
നമ്മൾ സാധനം പഠിച്ചിട്ടുണ്ട് എന്താ? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം എന്താ? കർമ്മം സ്ക്വയർ. അതായത് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു എന്താ? ഹൈപ്പോട്ടനസ് സ്ക്വയർ. ഇവിടെ ബേസ് ആരാ? അതാ എക്സ്. അപ്പൊ എക്സിന്റെ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് ആരാ? അതും ഉയരം ആരാ? പാദം ലംബം ഒക്കെ ആരാ? എക്സ് സ്ക്വയർ ഈക്വൽ ടു കർണത്തിന്റെ സ്ക്വയർ. കർണം ആരാ? ഹൈപ്പോട്ടനസ് ആരാ? 8. 8ന്റെ സ്ക്വയർ. അതാണ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 2x സ്ക്വയർ സമം 8 സ്ക്വയർ എന്നുള്ളത്. ഈ സംഭവമാണ്. അപ്പൊ ഇതേ ചോദ്യം നിങ്ങൾക്ക് വരികയാണെങ്കിൽ അടുത്തതാ ഇത് വെച്ച് വേറൊന്ന് പറഞ്ഞാ ഇത് എത്രയാണ്? 4. അപ്പൊ എങ്ങനെ എഴുതേണ്ടത്? 2x സ്ക്വയർ സമം 4ന്റെ സ്ക്വയർ എന്ന് എഴുതണം. എന്നിട്ട് എക്സ് കണ്ടുപിടിക്കണം. അപ്പൊ എത്ര കിട്ടുക? 2x സ്ക്വയർ ഈക്വൽ ടു 16. അപ്പൊ എക്സ് സ്ക്വയർ ഈക്വൽ ടു 16/2 എത്രയാ? 8. ഈ 2 ഇങ്ങോട്ടേക്ക് വരും. 16 താഴെ എത്ര? 8. ജസ്റ്റ് ഇത്രേ ഉള്ളൂ. ഈ 2 വരാനുള്ള കാരണം എന്താ? ഈ മെത്തേഡ് വെച്ച് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ കിട്ടുന്നത്. അപ്പൊ ആ രീതിയിൽ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് വശം കിട്ടും. സിമ്പിൾ ആയിട്ട് ചെയ്യാനാണ്. ഓക്കെ.